ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള ഒരു ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. +1 ആയാലും +2 ആയാലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രീം ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും. സോ അങ്ങനെ നമ്മൾ താല്പര്യപ്പെട്ട് എടുത്ത ആ ഒരു സ്ട്രീം എടുത്തിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ഈ ഒരു 2 വർഷം വളരെ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ഈ വരുന്ന 2 വർഷത്തെ ഗോളാണ്. +1ലേക്ക് കടക്കുന്ന കുട്ടികളായാലും ഓൾറെഡി നമ്മൾ +1 കഴിഞ്ഞ് +2 എത്തിയ കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അല്ലേ. സ്മാർട്ട് ഫോൺ നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര സമയം അതിൽ നമ്മൾ കളയുന്നു എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. അപ്പോൾ എന്താണ്, നമുക്ക് പഠിക്കാനുള്ള ആ ഒരു സമയം അതിനനുസരിച്ച് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സാം ആവുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഓണത്തിൻ്റെ എക്സാം ആവുന്ന സമയത്ത് ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി എക്സാം എഴുതും. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം വരുമ്പോൾ അതും തട്ടിക്കൂട്ടി എഴുതും. മോഡൽ എക്സാം, ഫൈനൽ എക്സാം എല്ലാം അങ്ങനെ പോകും. നമ്മൾ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് മാത്രം ഒരു തട്ടിക്കൂട്ട് പരിപാടി നടത്തുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ വൃത്തിക്ക് പഠിച്ചു പോയിക്കൂടെ. കാരണം നമ്മുടെ ഹയർ സെക്കൻഡറി ലൈഫ് എന്ന് പറഞ്ഞാൽ മേ ബി അതിൻ്റെ മുകളിലേക്ക് ഹയർ സ്റ്റഡീസിന് നമ്മൾ പോകുമ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി ആയിരിക്കും. അത് നമ്മൾ മര്യാദക്കല്ല എന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ബോറാണെങ്കിൽ അതിന് മുകളിൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ടും എന്താവാൻ പോകുന്നില്ല, സെറ്റാവാൻ പോകുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട ആരും ഫോഴ്സ് ചെയ്യാതെ എടുത്തിട്ടുള്ള സ്ട്രീം ആണെങ്കിൽ അത് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളത് നമ്മുടെ എയിം തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു ഫോൺ അഡിക്ഷൻ. അതുപോലെ തന്നെ മടി, പഠിക്കാനുള്ള ആ ഒരു മടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അത് എനിക്കുണ്ടെന്നുണ്ടെച്ചാലും ഞാനത് മറ്റുള്ളവർക്കും ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുക. സ്വയം ഡെയിലി എന്ത് ചെയ്യുക, സ്വന്തം മടിയിനോട് അതുപോലെ തന്നെ സ്വന്തം ഇത്തരത്തിലുള്ള ലേസിനെസ്സിനോട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യുക. എനിക്ക് പഠിക്കണം, എനിക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്തണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ് അല്ലേ. അത് ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പുഷ് ചെയ്ത് എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ള കാര്യമല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൂടി വരേണ്ട ഒരു കാര്യമാണ് ലൈഫിൽ നമ്മൾ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളത്. സോ അതിന് കുറച്ച് സിമ്പിൾ ടിപ്സ് നമുക്ക് നോക്കിയാലോ. +1 ആയാലും നേരത്തെ പറഞ്ഞ പോലെ +2 ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു ടിപ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ഗോൾ സെറ്റ് ചെയ്യണം. എന്താണ് നമ്മുടെ ഗോള്, നമ്മൾ എത്രയാണ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലേക്കാണ്, ഏതൊരു പ്രൊഫഷനാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വൃത്തിക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം. സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 hours വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക, ടൈം ടേബിൾ ഇടുക എന്നുള്ളതൊന്നും അല്ല മാം പറയുന്നത്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. സ്മാർട്ട് ഫോണിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റിയലിസ്റ്റിക് ആയിരിക്കണം നമ്മുടെ സ്റ്റഡി പ്ലാൻ. വെറുതെ നമ്മൾ 3 മണിക്കൂർ ഈ ഒരു സബ്ജക്റ്റ് അക്കൗണ്ടൻസ് ഞാൻ ഒരു 4 മണിക്കൂർ പഠിക്കുന്നു, ബിസിനസ് സ്റ്റഡീസ് ഞാൻ വേറെ ഒരു 6 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസായിരിക്കില്ല. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇടാം, ടൈം ടേബിൾ ഇടുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ചിട്ട് നമുക്ക് ഈസി ഉള്ള സബ്ജക്റ്റിന് കുറച്ച് ടൈമും, നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് കുറേ ടൈമൊക്കെ വെച്ചിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി. വെറുതെ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പോകുന്നതിന് പകരം കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ കുറച്ചും കൂടി വലിയ കുട്ടികളായി, 10th വരെ ഉള്ള പോലെ അല്ല നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി വേ ഓഫ് സ്റ്റഡി ആയിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. നമ്മൾ അക്കൗണ്ടൻസി ആണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം. ആൻഡ് ഫോർത്ത് വൺ എന്താണ്, സെൽഫ് അസസ്മെൻറ്റ്. എന്താണ്, ഞാൻ പഠിച്ചതൊക്കെ പഠിച്ചിട്ടുണ്ടോ, അതായത് കറക്റ്റായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിവിഷൻ നടത്തുക. ഞാൻ ഇന്നെല്ലാം പഠിച്ചു, ഇനി വർഷത്തിൻ്റെ അവസാനം ഒരു എക്സാം വരുമ്പോൾ അതിൻ്റെ തലേന്ന് റിവൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പോയി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ആദ്യം തൊട്ട് പഠിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും. സോ നമ്മൾ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം എന്താണ്, നമ്മൾ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറി ഒന്നുമല്ല. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നാളെ അത് മറന്നു പോകും, മറ്റന്നാൾ മറന്നു പോകും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മളത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവുള്ളൂ. സോ ഈ ഒരു 4 ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റീൻ്റെ മുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക.
ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് റിവൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് സെൽഫ് റീ അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു 4 ടിപ്സ് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തേക്കുക. സോ ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.